കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മരിച്ചത് 6 പേരാണ്. ഉറ്റവരുടെ ആകസ്മിക വിയോഗം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. പല കുടുംബങ്ങളുടെയും ആശ്രയം കൂടിയാണ് അപ്രതീക്ഷിത ദുരന്തത്തിലൂടെ ഇല്ലാതായത്. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കോന്നി അട്ടച്ചാക്കൽ സ്വദേശി 54 വയസ്സുള്ള സജു വർഗീസ്. 20 വർഷത്തിലധികമായി വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ സജു വീട്ടിലെത്തിയിരുന്നു. ഈ കാണുന്ന വീടും പുരയിടവുമെല്ലാം സജു തന്റെ സമ്പാദ്യം കൊണ്ട് നേടിയതാണ്. മൂത്ത മകൾ ബിരുദത്തിനും ഇളയ മകൾ +2 പഠിക്കുന്നു. സജുവിന്റെ ഭാര്യയെയും 2 പെൺമക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ സങ്കടത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. ഇന്നലെ വിവരം അറിഞ്ഞതിന് ശേഷം ഒരു കിടപ്പാണ്. വെള്ളം പോലും കഴിക്കാതെ കിടക്കുകയാണ്. ഒന്നും സംസാരിക്കുവാൻ സാധിക്കുന്ന അവസ്ഥയിലല്ല. പെൺകുഞ്ഞുങ്ങൾ 2 പേരാണ്. അവരും പ്രയാസത്തിലാണ്. അദ്ദേഹം 24 വർഷമായിട്ട് ഗൾഫിൻ്റെ പ്രദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടുത്തെ ആളുകളുമായിട്ട്, ജനങ്ങളുമായിട്ട്, ഇവിടുത്തെ ഇടവകയിലെ അംഗങ്ങളുമായിട്ടൊക്കെ വളരെ നല്ല സ്നേഹബന്ധം സൂക്ഷിക്കുകയും, ഈ വേർപാട് ഈ ദേശത്തെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ നഷ്ടമാണ്, ഒരു വലിയ ദുഃഖമാണ്. ആ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു. വിവാഹത്തിനായി ഓഗസ്റ്റിൽ നാട്ടിലെത്താനിരിക്കവെയാണ് പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായർക്ക് ജീവൻ നഷ്ടമായത്. വീട്ടിൽ അമ്മയും സഹോദരിയും മാത്രമാണുള്ളത്. ഈ കുടുംബത്തിന്റെ ഏക ആശ്രയവും 32കാരനായ ആകാശായിരുന്നു. 8 വർഷമായി ആകാശ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 1.5 വർഷം മുമ്പാണ് അവസാനമായി നാട്ടിലെത്തിയത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ ആകാശിന്റെ വീട് സന്ദർശിച്ചു. പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാഴമുട്ടം സ്വദേശി PV മുരളീധരന്റെ ഭാര്യയെ മരണവിവരം എങ്ങനെ അറിയിക്കുമെന്ന ധർമ്മസങ്കടത്തിലായിരുന്നു ബന്ധുക്കൾ. 22 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു മുരളീധരൻ. ഒരു മകനും മകളുമാണ് മുരളീധരനുള്ളത്. അച്ഛന്റെ മരണവിവരം അറിഞ്ഞ് മകൻ പഞ്ചാബിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. KU ജനീഷ് കുമാർ MLA മുരളീധരന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. തിരുവല്ല മേപ്രാൾ സ്വദേശി 37 വയസ്സുള്ള തോമസ് ഉമ്മനും കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായി. നിരടം സ്വദേശി മാത്യു തോമസും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ചെങ്ങന്നൂർ പാണ്ടനാടാണ് മാത്യു തോമസിന്റെ ബന്ധുക്കൾ താമസിക്കുന്നത്. കോടഞ്ചേരി കീഴ്വായ്പൂർ സ്വദേശി 32 വയസ്സുള്ള സിബിൻ T എബ്രഹാമും മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.